നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റിച്ചിങ് വ്ലോഗാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ചധികം ദിവസത്തെ വിശേഷങ്ങളെല്ലാം കുത്തി നിറച്ചൊരു വീഡിയോ ആയിരിക്കും ഇത്. ഇത് മറ്റേ മെറ്റീരിയൽ അല്ലേ? ആനയും കുതിരയൊന്നും അല്ലല്ല, എങ്ങോട്ട് ചെയ്യും മോളെ? ഇവിടെ ഇപ്പൊ ആനയ്ക്കും കുതിരയ്ക്കും കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ടല്ലോ, ഈ ബനിയൻ ബ്ലൗസ്. അതൊരു ചേച്ചി കൊണ്ടുവന്നേ. അത് നമ്മൾ പറഞ്ഞത് റെഡിയാക്കാൻ പറ്റത്തില്ലെന്ന്. അതായത് പുള്ളിക്കാരത്തിയുടെ ഉദ്ദേശം ഫ്രണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ കൊളുത്തി പിടിപ്പിക്കുക, നോർമൽ ബ്ലൗസ് പോലെ തന്നെ. കാരണം ഇത് കഴുത്തുകൂടി ഇങ്ങനെ ബനിയൻ പോലെ കെട്ടിയെടുക്കാൻ ഭയങ്കര പാടല്ലേ. അപ്പം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, ആനയും കുതിരയൊന്നും അല്ലല്ലോ മോളെ, ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ചെയ്തിട്ട് സക്സസ് ആയില്ല, അത് വേസ്റ്റ് ആയിപ്പോയി ആ സാധനം. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഡയലോഗ് കേട്ടോ. സ്ലീവ് എവിടെ? അറ്റത്തും ഫുൾ അടിക്കണം. ഇതിന്റെ പാവാട കഴിഞ്ഞല്ലേ? ഇനി എന്താ ഉള്ള? ഇനി എന്താ ഉള്ള? അതല്ലോടോ, ഇതിന് ഇനി വല്ലതും ഉണ്ടാകുന്നു? ഷോള് വല്ലതും ഉണ്ടോ? ഷോൾ ഉണ്ടാടും. അയാൾ വേറെ വർക്കില്ല. നാൻസി ഇവിടെ തുണി അളന്നുകൊണ്ടിരിക്കുവാണ് ഗൈസ്. അതിനിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ ചേച്ചി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ തന്നെയാട്ടോ ഈ ഒരു എൻഗേജ്മെന്റ് ഔട്ട്ഫിറ്റ്. അവർക്ക് 2 എണ്ണം ഉണ്ട് അത്ര. എൻഗേജ്മെന്റിന് 2 ഡ്രസ്സ് ഇടണമെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ആ 2ആണ് ഇവിടെ റെഡിയാക്കി. ഒരെണ്ണം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമുള്ളൊരു വർക്കായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നതൊക്കെ ഇതുപോലെ സീക്വൻസിൻ്റെ ഫ്ലവറാണേ. അപ്പോൾ ഈ ഒരു ഫ്ലവർ നല്ല രസമുണ്ടല്ലോ, ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ ഫ്ലവർ കാണാനായിട്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു നിറമായിരുന്നു. അപ്പോൾ ഈ ഷോളും കൂടെയൊക്കെ വന്നപ്പോൾ മൊത്തത്തിൽ ഭയങ്കര ആഡംബരമായി പോകുമെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഇതേപോലെ ഭയങ്കര വർക്ക് വരുന്ന ഷോളൊക്കെ ഇട്ടിട്ട് രസമുണ്ട് കാണാനായിട്ട്. ഇട്ടിട്ട് എന്ത് ഭംഗിയായിരുന്നു കാണാൻ, നല്ല ഭംഗിയായിരുന്നു. ഷോർട്സിൽ ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ, അവരുടെ ഫോട്ടോ എടുത്ത്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് 2ാമത്തതാണ്. ഇത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അതായത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര തിക്കായിട്ടുള്ള വർക്കായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്രയും വർക്കുള്ള മെറ്റീരിയൽ നമ്മളിവിടെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അതൊരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ ഭയങ്കര തിക്കായിരുന്നു. താഴത്തോട്ടൊക്കെ മേൽഭാഗത്ത് കുറച്ച് നമ്മളിങ്ങനെ വർക്ക് കുറഞ്ഞൊരു പോർഷൻ ഇങ്ങനെ എടുത്തതാട്ടോ. അതായിരിക്കുമല്ലോ ഭംഗി കാണാനായിട്ട്. അങ്ങനെ അതെല്ലാം മടക്കി ഭദ്രമായി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിമുളകും ചതച്ച് പിന്നെ വെളിച്ചെണ്ണ വെച്ചെടുക്കായിരുന്നു. അല്ലാണോ? സൂപ്പറായിരുന്നു ഗൈസ്. ചെമ്മീൻ കറി കൊള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്നായിട്ടുണ്ട്. ഇനിയാണ് ഒരു പണിയുള്ളത്. ഒരാഴ്ചത്തെ ഞങ്ങളുടെ പരിപാടിയായിരുന്നു കേട്ടോ. ഈ ഒരു 3 ഡ്രസ്സ് തയ്ക്കാന്നുള്ളത്. ഡ്രേപ്പിംഗ് ആണ് ഈ യോഗ് പോർഷനിൽ വന്നേക്കുന്നത്. നല്ല പണിയായിരുന്നു ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇത് വെൽവെറ്റ് ആണല്ലോ. ഈ വെൽവെറ്റ് ആണോ ഓർഡർ ചെയ്യാൻ പറഞ്ഞത്? അതന്നെ നേരെ വേറെ മെറ്റീരിയൽ അല്ലേ ആദ്യമേ പറഞ്ഞു വെച്ചത്. പിന്നെ എത്ര രൂപ വെൽവെറ്റിന്? ഇത് കസ്റ്റമർ നമ്മുടെ അഡ്രസ്സിലോട്ട് കൊറിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈക്കത്തുള്ളത് തന്നെയായിരുന്നു. ആളുടെ ഹസ്ബൻഡാണ് വന്ന് ഇത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചത്. ആളിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല, പരിപാടിക്ക് 2 ദിവസം മുന്നേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വേണമായിരുന്നു തുണിയൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. പക്ഷെ ഒട്ടും സമയമില്ലായിരുന്നത് കൊണ്ട് ആൾ തന്നെ പിന്നെ ഇതൊരു ഓൺലൈനായിട്ട് ഇതുപോലെ മെറ്റീരിയലൊക്കെ കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ അഡ്രസ്സിലോട്ട് അയപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ കസിന് വേണ്ടി ഒരു മെറ്റീരിയൽ എടുക്കണമായിരുന്നു കേട്ടോ. അതിനുവേണ്ടി നമ്മൾ വൈക്കത്ത് തന്നെ കടയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ ആ യെല്ലോ ഇല്ല, അത് എടുത്തു കേട്ടോ. കുറേ നേരമായി ടോട്ടോ വന്നുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ എന്തോ ഞാനത് അവോയ്ഡ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടാന്ന് തോന്നുന്നത്. കൂടുതലായിട്ട് ഇട്ടോ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാൻസി ആണെങ്കിൽ യോഗ് പോർഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം തന്നെ ചേച്ചി വരുമ്പോൾ പിന്നെ ബാക്കിയുള്ള പരിപാടികളിലോട്ട് കിടക്കാമല്ലോ. ആ ഡ്രേപ്പിംഗ് ഇച്ചിരി പണിയായതുകൊണ്ട് സമയം എടുക്കും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഫിനിഷ് ആയിട്ടുള്ളൊരു ഗൗണായിരുന്നു ഇത്, വെൽവെറ്റിൻ്റെത്. നല്ല രസമായിരുന്നു ഇവിടെ കാണാനായിട്ട്. ഇത് കാനഡയിലോട്ട് പോകേണ്ട ഡ്രസ്സാണ്. അവിടെ ഗ്രാജുവേഷൻ ഫംഗ്ഷൻ ഇടാനുള്ളതാണ്. നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ സംഗതി അവിടെ എത്താനായിട്ട് ലേറ്റായി. അതുകൊണ്ട് തന്നെ ഇത് കിട്ടുമോ ഇല്ലയോ എന്നൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് അവർ വേറൊരു ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം 2 ദിവസം മുന്നേ അവർക്ക് കിട്ടി. ഇട്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നതുകൊണ്ട് അവർ പിന്നെ ഇത് തന്നെയാട്ടോ ഇട്ടത്. കാണാൻ നല്ല രസമില്ലേ കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമായി നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ പുറമേ ആയിരുന്നു കേട്ടോ ആ ഒരാഴ്ച ഫുള്ളും. ഇത് നല്ല പാടായിരുന്നു ചെയ്തെടുക്കാനായിട്ട്.
സന്തോഷം കൊടുക്കുന്ന വെച്ചിട്ട് തെറ്റ ഏത് ഭ്രാന്തുള്ള സ്ത്രീയാ? മനസ്സിലായില്ലേ? ചാന്തോട്ട് സിനിമയിലാ ചട്ടയം കൊണ്ടുപോയിട്ട് അമ്മാമ്മയ്ക്ക് വല്ലതും സംഭവിച്ച് കരളിനെ ബാധിച്ച അയാള് ചെയ്യാറ്. അതെ ചേച്ചി, അതുകൊണ്ടാ ചേച്ചി ചെയ്യുന്നത്. നാൻസി ആണെങ്കിൽ ഇവിടെ തല പോയ്ക്കുന്നു, ഞാനാണെങ്കിൽ ഇവിടെ തല വായിക്കുന്നു. കാരണം നമ്മൾ റെഡിമെയ്ഡ് എല്ലാം വന്നിട്ട് കൊടുക്കാനുള്ളൊരു ധൃതിപ്പാടും, കാരണം എടുക്കുന്ന പീസിലൊക്കെ ചില മിസ്റ്റേക്കൊക്കെ കാണാൻ നേരത്ത് നമ്മുടെ ഹൃദയം തകരും. എന്നിട്ട് പിന്നെ നമ്മൾ ഈ സാധനം അവർക്ക് റിട്ടേൺ കൊടുത്തിട്ട് അവർ നന്നാക്കി തരുന്നവരെയൊക്കെ വെയിറ്റ് ഒക്കെ ചെയ്യണമല്ലോ. കസ്റ്റമർ ആണെങ്കിൽ ചോദിച്ചുകൊണ്ടേ ഇരിക്കും സാധനം എന്തിയെന്ന്. ഒന്നും പറയണ്ട, നല്ല തലയ്ക്ക് വെളിവില്ലാത്ത ദിവസങ്ങളാണ് ഈ കടന്നു പോയത് അത്രയും. അപ്പം ഇനി വരാൻ പോണതും അത് തന്നെ, പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല. അപ്പോൾ ഇതിപ്പോൾ ആ ഡ്രസ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിരത്തി ഇട്ടിട്ട് ഡബിൾ എംബറിലാട്ടോ, അത് അത്രയ്ക്കും വലുത്. അങ്ങനെ നമ്മുടെ ഒരു ദിവസം ഒരു 5 മണിയായപ്പോഴത്തേക്ക് നമ്മുടെ അന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് എറണാകുളം വരെ പോകണമായിരുന്നു. നമ്മുടെ പുതിയ പ്രൊഡക്ഷൻ്റെ കുറച്ച് കൺഫ്യൂഷനിൽ കിടക്കുകയായിരുന്നു അതൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവാണ്. എന്നാൽ പിന്നെ വിശന്നിട്ടാണെങ്കിൽ വൈക്കത്തുനിന്ന് തന്നെ ഒരു ബർഗറൊക്കെ കഴിച്ചു പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചതാണ്. കഴിച്ചിട്ട് പോയി കഴിഞ്ഞ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ലേ. മറ്റേ സ്ലീവാണ് ഒന്നും കൂടി ഇറച്ചാൻ. ഇത് ഇവിടുന്ന് ഇങ്ങനെ കയറ്റി പിടിപ്പിക്കാൻ പറ്റത്തില്ല? പറ്റും, വേണമെങ്കിൽ പറ്റുമായിരുന്നല്ലോ. പറ്റും. തുണിയില്ലാത്തതിൻ്റെ ഒരു തുണിയില്ല. കറക്റ്റ് അല്ലേ? ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്, ആപ്ലിക് ചെയ്യാനായിട്ട്. ഇത് എന്നാ ആപ്ലിക് ചെയ്ത് തരൂടി? നാളെ കൊടുക്കാം. ഒരാഴ്ച സമയം വേണം ഇതിന്. എന്റെ പൊന്നിങ്ങോട്ട് വന്നേ, നമുക്ക് താഴത്ത് പോകാം. വാ, അവിടെ വെച്ചേക്ക് കേട്ടാ. കിയ എടുക്കണ്ട കേട്ടാ. എടുക്കുവാ കിയ? അവിടെ വെച്ചേക്കുന്നുണ്ട്. വാ, നമുക്ക് പോകാം. ഓടിവാ. ഇതെന്ത് കളറാണ്? ആണോ? പൂ ഇഷ്ടപ്പെട്ടാ? വേണോ? ഉടുപ്പിൽ വെച്ച് തരണോ? ചേച്ചിയുടെ ഉടുപ്പ് വെച്ചേക്കാം. അവിടെ വെച്ചേക്കാം, നമുക്ക് പോകാം. വാ. ഞാൻ ഈ മുഴുപ്പുള്ളത് തന്നെയല്ലേ ഇട്ടേക്കുന്നത്? നമ്മളന്ന് മുഴുപ്പുള്ളതല്ലേ മേടിച്ചത്? മുഴുപ്പുള്ളതാടി ഭംഗി. അതിങ്ങനെ ബഞ്ച് പോലെ ഇങ്ങനെ നിൽക്കുള്ളൂ. ഇത്തിരി കൂടി ഇങ്ങനെ പൊന്തി നിക്കണമെങ്കിൽ ക്രിസ്റ്റല് ഡാർക്ക് റെഡ് കിട്ടിയിരുന്ന കൊള്ളായിരുന്നു. ചേട്ടാ, ഈ കളറാണ് വേണ്ടത്. ഈ സെയിം കളർ വേണം ഇതില്, സിൽക്ക് ത്രെഡില്. ഇത് മറ്റേത് വേണ്ടല്ലേ? മറ്റേത് വേണ്ട. വേണ്ട. അതാ, അതിന്റെ ഒരു ബോക്സും കൂടെ വേണം കേട്ടോ. ഇതാണോ നമ്മൾ സെലക്ട് ചെയ്തത്? മറ്റേ അതേതാ? വീണ്ടും ഒരു ദിവസം വന്നിരിക്കുകയാണ്. അത്യാവശ്യമായിട്ട് എറണാകുളത്ത് പോയേ പറ്റുള്ളൂ. നമ്മുടെ പുതിയ സെറ്റിന് വേണ്ടിയിട്ടുള്ള എംബ്രോയ്ഡറി ഐറ്റംസ് ഒക്കെ വാങ്ങണം കേട്ടോ. നമ്മൾ തന്നെ നേരെ പോയി നോക്കി കണ്ട് വാങ്ങിയാലേ അത് തൃപ്തി ആവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. പകരത്തിന് ആരെയും വിടാൻ പറ്റത്തില്ല. നാൻസി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകത്തുമില്ല. ഇവിടുന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പണി ഇവിടെ നടക്കത്തുമില്ല. കാരണം ചേച്ചിമാർക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ നാൻസി ഇവിടെ ഉണ്ടാവണം. അതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് നമ്മളിപ്പോൾ ഇറങ്ങണതും കാണാം, സന്ധ്യ ആവണമെന്ന് കാണാം. വേറെ ഒരു പണി നടക്കിയാലേ പോവുക, പോയ കാര്യം നടത്തിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരുക. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇത്. വഴിയിൽ നമുക്ക് കിട്ടിയതാട്ടോ ജെയ്സനെയും കൂട്ടുകാരനെയും കൂടി. അവർ എറണാകുളത്ത് നിന്ന് ക്യാമ്പും കഴിഞ്ഞ് വന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കയറി ഫുഡൊക്കെ കഴിച്ചേച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. വന്നപ്പോൾ തന്നെ 11 മണി ആയിക്കോട്ടോ. കാരണം ഒത്തിരി ലേറ്റ് ആയിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വൈകുന്നേരം ആയില്ലേ. അങ്ങനെ പിറ്റേ ദിവസമാണ് ഇവിടുത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 3 ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 3 സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് 8 കേട്ടോ. അവർ കുറച്ച് താമസിച്ചാന്ന് തോന്നുന്നു ഫംഗ്ഷൻ. 2 എണ്ണം കൊണ്ടുപോയി, 2 എണ്ണം കറക്റ്റ് ആയിരുന്നു. പക്ഷേ മൂന്നാമത്തെ ആളത് ഇച്ചിരി കൂടി ചെറുതാണ്. അപ്പോൾ ഇതാന്ന് തോന്നുന്നു ആ ഒരു മിസ്റ്റേക്ക് വന്ന പീസ്. അപ്പോൾ അതെല്ലാം അഴിച്ച് നമ്മൾ എക്സസ് ആയിട്ട് വന്ന മെറ്റീരിയലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾ വന്ന് ഇട്ട് നോക്കണം. അപ്പോൾ ഇത് കറണ്ട് ഇല്ലാത്തൊരു സമയമാട്ടോ. അപ്പോൾ ചേച്ചിമാർ ലൈനിങ് എടുക്കാൻ വേണ്ടി പോണ പോക്കാണ് ഈ കാണുന്നത്. അങ്ങനെ അന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്ന് പിന്നെ പിറ്റേ ദിവസമായി. ചേച്ചി ഇത് എങ്ങനെയാണ് മെനക്ക് മടക്കിയെടുക്കുക? അതൊക്കെ എഴുപ്പിനുകൊണ്ട് മടക്കണം, അതോ നമ്മുടെ കൈകൊണ്ട് 2 വശത്തുനിന്ന് മടക്കിയാൽ എഴുപ്പിന് നിർത്താൻ വേണ്ടി? അപ്പോൾ ബംഗാളി പാനൽ കട്ടൽ നടത്താൻ പോവുകയാണ്. ബംഗാളി തന്നെയും ബംഗാളി നാൻസിയും.
ആ അടി നമ്മൾ എങ്ങനെ അടിക്കും അല്ലേ വർക്കുള്ളതുകൊണ്ട്. കാത്തിരിപ്പൂ കൺമണി നിന്നെ ഞാൻ കാത്തിരിപ്പൂ കൺമണി. ഇവിടെ ആരുമില്ലേ ഇവനൊന്ന് പിടിക്കാൻ, ഇവനൊന്ന് പിടിച്ചൂടെ ആർക്കെങ്കിലും. ഇവനെ ഞാൻ പിടിച്ചാൽ ഇവിടുത്തെ പണി നീ വന്ന് ചെയ്യൂടി പൊന്നു മോളെ. അവരെ പോലെ എന്തിരിക്കണല്ലേ ഈ കൊച്ചി മുഖം കണ്ടാ ഏതാ അഖിലിനെ പോലെ. ശരിയാ. കിടത്തിക്കോ ഇങ്ങോട്ട് തന്നെ കിടത്തിയാ മതിയാ. ആ കൊള്ളിയല്ലാത്ത കത്രിക എടുക്ക്. കൊള്ളിയല്ലാത്ത കത്രിക എടുത്ത്. ചേച്ചി അവിടുത്തെ കാര്യം ഓക്കെയാണ്, പക്ഷെ ഇവിടെ പിടിക്കണായിരുന്നു നമ്മള്. മനസ്സിലായോ? അവിടെ വീതി കുറവ് ഇവിടെ വീതി കൂടുതൽ. അത് ഈ വലുപ്പത്തിന്റെയാ, പക്ഷെ എന്നാലും അണ്ണീവനായിട്ടാ കിടക്കണത്. പല പല തരത്തിലിത് കിടക്കണത്. അപ്പൊ അതിന് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ മര്യാദ അടുക്ക് താഴെട്ടിട്ടെ എന്നിട്ട് ഇതിന്റെ അകത്തുനിന്ന് പിടിക്കും. ഞാൻ പോയി കൂട്ടിയിട്ട് വരാം. ആരാ അളവ് കൂട്ടാൻ പോവാണ്. ചേച്ചി അത് അവിടെ തന്നെ വെച്ചേര്. എന്നിട്ട് പിന്നെ ഈ പാവാട പോയി നമ്പറിലാക്കിട്ട് എത്തിക്കുക. അവിടെ ഇട്ട് കിട്ടും. ഞാനിപ്പോ അവിടെ വേറെ കളറല്ലേ? ഞാൻ കണക്ക് കൂട്ടി എടുക്കണ നേരത്തെ ആ പണിയൊക്കെ നടക്കും. ഇത് ഡബിൾ ഇടാനാ? എന്നാ ഞാൻ വരാം, സോസ് എടുത്തോണ്ട് വരാം. ഓ അങ്ങോട്ട് തിരിഞ്ഞെന്ന് കേട്ടോന്നു ഇങ്ങോട്ടും തിരിഞ്ഞെന്ന് കേട്ടോന്നു. നമ്മളുടെ പ്രസംഗം ഞാൻ പറയാൻ പോവാണ്. നമ്മളുടെ ആതിരമോൾ നമ്മുടെ കൂടെ കൂടിയിട്ട് 1 വർഷം തികഞ്ഞതിന്റെ ആനിവേഴ്സറി ആണ് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു. എങ്ങനെയുണ്ട് കട്ട്ലൈറ്റ്? വരൂ. ഫാനും കൂടി ചേച്ചി പോകാതെ പറഞ്ഞു പോവാ. വെട്ടി കഴിഞ്ഞാ അവിടെ ഒരു മഴപ്പുണ്ട്. മുഴയൊക്കെ നിവർക്കും. അപ്പോൾ ഈ ഒരു ബ്ലൗസ് തരാൻ വേണ്ടിയാണ് ആളിവിടെ വന്നത്. അപ്പോഴാണ് ആനിവേഴ്സറിയുടെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചിലവ് ചെയ്യണമെന്ന് ഒരേ നിർബന്ധം. അപ്പോൾ പിന്നെ ഞങ്ങൾ കട്ട്ലൈറ്റ് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. ഇത് വർക്ക് ചെയ്തത് തയ്ച്ച് കഴിഞ്ഞിട്ടാണ്, വേറെ എവിടെയോ തയ്ച്ച ബ്ലൗസാണ്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ്. അങ്ങനെ ആഘോഷങ്ങൾക്കെല്ലാം ശേഷം പിന്നെ നമ്മൾ എല്ലാവരും പഴയ പരിപാടിയിലോട്ട് കടന്നിരിക്കുകയാണ്. ആ തേപ്പുണ്ടായിരിക്കും ഇപ്പോൾ അല്ലേ? ഇവിടെ ഇത് കഴിഞ്ഞ ആഴ്ച തയ്ച്ചാൽ മതി. ഇവിടോ എല്ലാം കഴിഞ്ഞ ആഴ്ച. ആ ഇപ്പോൾ മറ്റേതൊക്കെ കണ്ടില്ലേ? അല്ല ഇതിരിക്കണ്ടേ 11. വേണമെങ്കിൽ ചെയ്തോട്ടെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ പറഞ്ഞു അതുപോലെ നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞെന്ന് പറയും. എന്തായാലും പറയും. മതിയാ? ഇച്ചിരി ചുക്കി ചുളിക്കണ ഞാൻ വന്നാ. എടോ ആ ടൈല് കഷ്ണം എടുത്ത് വെക്കണോ മനുഷ്യത്തി? അത് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും തേച്ചാ പോരെ? ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞിട്ട് മനുഷ്യത്തി കയ്യും കൊണ്ട് വരാണപ്പോ പേടിയാകും. പിന്നെ ആ പുക അടിച്ചിട്ടുണ്ടെ എന്റെ ഇടപാട് തീരും. അതെ അതെ, പുക അടിച്ചാലും മതി.
അതെ തൊട്ടാ ചിലപ്പോ വീട് വിശക്കണേന്ന് പറഞ്ഞു കഴുകിട്ട് തയ്ക്കാണോ? ആ കൊള്ളാം. ഇത് കണ്ട ഇത് സാധനം സൂപ്പറായിട്ട് കേട്ടോ. അടിവശത്ത് എത്തിയിട്ടില്ല. അടിവശം വേണ്ട ഇതിനകത്ത് സേമിയ, പാൽപ്പൊടി, പഞ്ചസാര പൊടിച്ചത്, കശുവണ്ടി ഇതെല്ലാം കൂടി നമ്മൾ ബട്ടറിലിട്ട് വരട്ടണം. ആദ്യമേ റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ അതിന്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് പാല്, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര പൊടിച്ചത്, എന്നാലും നമ്മൾ ഒന്നും കൂടി പാൽപ്പൊടി ചേർക്കണം. അതായത് ആ ഒരു കൊഴുപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് പാൽപ്പൊടി. പിന്നെ എന്തുവാ, പിന്നെ ഇച്ചിരി ഇത് തിക്കാകാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആ സാധനം ഉണ്ടാക്കണം. എന്നിട്ട് പിന്നെ ഇതുപോലെ ലെയർ ചെയ്തെടുത്താൽ മതി. മനസ്സിലായില്ലേ? എല്ലാം മനസ്സിലായി. ഇഷ്ടപ്പെട്ടോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടാ ആണോ? സാധാരണ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്തതാണല്ലോ. ഞാൻ ഇച്ചിരി മധുരം കുറച്ചാ ഇട്ടാതേക്കണത്. നിങ്ങളൊക്കെ മധുരം എതിരായത് കൊണ്ട്. ഇതൊരു സാരി വിട്ട് തയ്ച്ചാണ് ഗൈസ്. നല്ല രസമില്ലേ കാണാനായിട്ട്. മീഷോ സാരിയാണ്, മീഷോ സാരി സൂപ്പറാണ്. പ്ലേറ്റൊക്കെ ഇട്ട് തയ്ച്ചിട്ടുണ്ട്. എന്ത് ഇതിന്റെ കളയാ? അഷ്ടമിക്ക് ഇതിന്റെ ഇതെന്തുവാ? ഇത് കഴിഞ്ഞാ? ഇതിലിനി എന്തൊക്കെ പണി കിടക്കണം? ഉറക്കുണ്ട്. പാൻ്റ് ഒന്നുമില്ല, ടോപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെ വീണ്ടും പിറ്റേ ദിവസമായി നമ്മുടെ ഓറഞ്ച് പാവാട സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലൗസ് തയ്ക്കുന്നത് ശരണ ചേച്ചിയാണ്. ശരണ ചേച്ചിക്കാണ് ആ മുട്ടമണി ഇട്ടിരിക്കുന്നത്. കുറച്ച് സമയം എടുത്തു കേട്ടോ ഒന്ന് സെറ്റാക്കി എടുക്കാൻ. ആ മെറ്റീരിയലും കൂടി അങ്ങനെ ആയതുകൊണ്ട് പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ കുറച്ച് വർക്ക് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ത്രെഡിൻ്റെ പൂക്കളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഗ്യാപ്പിൽ ഈ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാനായിട്ട് നാൻസി ഓട്ടോമാറ്റിക്ക്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നാൻസി ഒരു സൈഡിൽ നീ ഒന്ന് ഫില്ല് ചെയ്തതാ, അതേപോലെ ഞാൻ അപ്പുറത്തോട്ട് പിടിച്ചോളാം അങ്ങനെ പറഞ്ഞിട്ട് അവളെ പിടിച്ചിരുത്തിയേക്കുവാണ്. ഇതിന് കസ്റ്റമർ വേഗം തന്നെ വരുമായിരുന്നു കേട്ടോ. അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കസ്റ്റമറിന് വേണ്ടി തുണി എടുക്കണമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒത്തിരി പേരിങ്ങനെ നിങ്ങൾ തന്നെ തുണി എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും തുണി എടുക്കാനുള്ള ഒട്ടും നേരെയില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്കിവിടെ അവൈലബിലിറ്റി ഇല്ല മെറ്റീരിയലിന്. വൈക്കത്ത് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോയിട്ട് എടുക്കുക എന്നുള്ളത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെ നമ്മൾ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓറഞ്ച് പാവാട. നല്ല രസമായിട്ട് കാണാനായിട്ട്. ഭയങ്കര ഹെവി വർക്കാണ്. വെയിറ്റ്, അതായത് ഇത്രയും നല്ല താഴത്തിട്ട് വർക്ക് വരുന്നതുകൊണ്ട് നല്ല വെയിറ്റിൽ ഇങ്ങനെ കിടക്കുവാണ്. ശരിക്കും കൂടി ഒരു സ്റ്റിഫ് നെറ്റും കൂടി ഉണ്ടായിരുന്നു, ഒന്നും കൂടി പൊന്തി കിടന്നത്. സ്റ്റിഫ് നെറ്റിലും പൊന്തുവെന്ന സംശയമുണ്ട്, കാരണം അത്രയും കനത്തിലാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് സൺഡേ ആണ്, അവർ ട്രയൽ നോക്കാൻ വരുന്നത്. ഞാൻ പ്രാർത്ഥിക്കുവാണ്, ഈശ്വരാ നന്നായേക്കണേന്ന്. കാരണം എന്തെങ്കിലും അഴിച്ച് പണിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പാടല്ലേ. ചിലപ്പോൾ നല്ല പണി കിട്ടാറുണ്ട് കേട്ടോ. ചേച്ചിമാരൊന്നും ഇല്ലാത്ത സമയത്ത് നാൻസിക്ക് ആൾക്കാർ ട്രയൽ നോക്കാൻ വരുമ്പോൾ നല്ല മുട്ടമണി കിട്ടാറുണ്ട്. വിഷമിച്ചു പോകും, കാരണം ഒറ്റയ്ക്ക് ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഭാഗ്യത്തിന് ഓറഞ്ചിൽ ഒന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. എല്ലാം നല്ല പക്കാ സെറ്റായിരുന്നു. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ്. ഈ ഒരു ഡ്രസ്സത്തെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് എന്തോ കോള് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പല കാര്യങ്ങളാട്ടോ ഇതിനിടെ നടക്കുന്നത്. ഈശ്വരാ, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഭ്രാന്ത് ഇറങ്ങി ഓടാനൊക്കെ തോന്നും ചില സമയങ്ങളിൽ. അപ്പോൾ നമ്മുടെ ബിന്ദു ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ചെയ്ത ബ്ലൗസ് തയ്ക്കുവാണേ. നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു പച്ച കളറിൽ സിൽവർ കളറിലെ വർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു ബ്ലൗസും സമയമില്ലാത്ത സമയത്ത് എടുത്തില്ല, കാരണം കസ്റ്റമർ തപ്പിപ്പിടിച്ച് വീടൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും സമയമില്ല. എന്നാലും ധന്യ ചേച്ചി പറഞ്ഞു ഓക്കെ എടുത്തോ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബലത്തിലെടുത്തതാണ്. എന്നിട്ട് ആൾ വന്നില്ല. എന്നിട്ട് ബിന്ദു ചേച്ചിയാണ് പിന്നെ അത് അവസാനം സെറ്റാക്കിയത്. ഒരു 2 ആഴ്ചയായിട്ട് ഇവർക്കൊക്കെ മാറി മറിച്ചും പനിയൊക്കെയാണ്. ഇവർക്ക് കഴിയാൻ നേരത്ത് പിള്ളേർക്ക് പിടിക്കും, പിള്ളേർക്ക് കഴിയാൻ നേരത്ത് പിന്നെ ഇവർക്ക് തിരിച്ച് പിടിക്കും. അങ്ങനെ കുറച്ചധികം ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എവിടുന്ന്? ഇത് റെഫറൻസിൽ ഉണ്ടായിരുന്നതാണോ? നിങ്ങളുടെ തലേന്നാണോ? എനിക്ക് ഈ ബുട്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട രസമല്ലേ ഈ ബുട്ട കാണാൻ. ഇവിടെ സൂചിയൊന്നും ഇല്ല, നല്ല രസമുണ്ട് കാണാൻ. കഴുത്ത് എന്തുവാ? കഴുത്ത് ഈ സെയിം അല്ലേ? മിട്ടിക്കായിട്ടുണ്ട്. ഇതൊരു അംബ്രല കട്ട് പാൻ്റാട്ടോ വെട്ടാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അതായത് അംബ്രല കട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചിങ്ങനെ ഇതുപോലെ വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അംബ്രല കട്ട് കിടക്കത്തില്ല, ആ ഒരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കട്ടിങ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ കട്ട് ചെയ്യുന്ന സ്റ്റൈൽ കണ്ടില്ലേ? ഈ ടേബിളിലിട്ട് കട്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നിലത്തിട്ട് കട്ട് ചെയ്യാൻ സൗകര്യമാണ്, പക്ഷെ കുനിഞ്ഞ് കമന്ന് കിടക്കാനായിട്ട് നമുക്ക് ഭയങ്കര പാടാട്ടോ. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ചില സ്ഥലത്തൊക്കെ എന്തോരം കുഞ്ഞു സ്പേസിലിട്ടാണ് ആൾക്കാർ കട്ട് ചെയ്യുന്നത്. അത് കാണുമ്പോൾ നാണിച്ച് പറയും നമുക്കിവിടെ സ്വർഗ്ഗമാണ്, കാരണം അത്രയും സ്പേസ് ഇവിടെ ഉണ്ടായിട്ട് പോലും ചിലപ്പോൾ സ്ഥലം തികയാറില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് എടുത്ത് പിടിച്ചിരിക്കുന്നത്. ഒരു ഭയങ്കര പാടുള്ള പീസാട്ടോ. കാരണം വേറൊന്നുമല്ല, പാറ്റേൺ ഉണ്ട്. അത് പോരാത്തതിന് ഈ മെറ്റീരിയൽ ഒട്ടും സഹകരിച്ച് തരുന്നേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. സഹകരിക്കാത്ത മെറ്റീരിയലായിരുന്നു. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു. കാരണം ഇതിലൊക്കെ ഒരു കൂടിപ്പോയ ഒരു കുറച്ച് പരിമിതികളുണ്ട് ആ മെറ്റീരിയൽ നമ്മൾ ചെയ്യണതിന്. അത് കുറച്ച് പാറ്റേൺ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വഴിയെ കാണിച്ചു തരാം. അതിൻ്റെ കുറച്ച് നല്ല പാടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തോട്ട് വന്നിരിക്കുവാണ്. ഞാൻ ആ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചത് കറി വെക്കാനുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല. നാൻസി ആ സമയത്ത് എന്തോ ലൈനിങ് മേടിക്കാനോ എന്തിനൊക്കെ എന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ പിന്നെ എൻ്റെ ഫ്ലോ അങ്ങോട്ട് പോയി. ഞാൻ പിന്നെ അന്ന് അമ്മയ്ക്ക് കറി വെക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ചെമ്മീൻ വറുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി വറുത്തിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് അത് വറുത്തോണ്ടിരിക്കുവാണ്. അതിൻ്റെ തല വറുത്തേ. സിംഗം നിറച്ച മീൻ കൊണ്ടുവന്നിട്ടേക്കുകയാണ്. ഇതൊക്കെ ജേസിൻ്റെ കൂട്ടുകാരൻ പിടിച്ചതാണ്. തൃപ്പൂണിത്തറയിൽ പോയി ചൂണ്ടയിട്ടിട്ട് തന്നെ വരവാണ്. ഇതിനൊക്കെ എന്ത് ജേസ് ഊട്ട എവിടെയാ? ശരത്തേട്ടനിപ്പോൾ ജേസിനെക്കാളും കില്ലാടിയായ? എന്താടോ തന്നെക്കാളും കില്ലാടിയായ? ആണോ? ശിഷ്യന് വളർന്നു, ആശാനേക്കാളും വളർന്നിരിക്കുകയാണ് ശിഷ്യൻ. ആശാന് ക്ഷീണാണ്. നിനക്ക് ഇഷ്ടമാണോ? തിലോപ്പി ഇഷ്ടമാണോ? സരള ചേച്ചിക്ക് ഇഷ്ടമാണോ? ആണോ? നോക്കത്തില്ല. പിന്നെ എല്ലാവർക്കും തിലോപ്പി കറിയാണ്. ആണോ? ഇത് വലുതാ. അതാപ്പാക്ക് സ്ലൈസ് ആക്കേണ്ടി വരും. നെയ്മീൻ കണ്ടിക്കണ പോലെ കണ്ടിച്ചാ മതി. ആ പോഡ്ലി ബട്ടൺ വരെ മുത്ത് വെച്ചാൽ മതി എന്നാണ് ഞാൻ പറയാൻ വന്നത്. വലിയ മുത്തുണ്ടല്ലോ. വലിയ മുത്ത് ഭയങ്കര വെണ്ടക്കാട്ടം മുത്തല്ലോ, അത്ര വലിപ്പം വേണ്ട. ഈ ഒരു പീസ് ബിന്ദു ചേച്ചി എടുക്കുന്നത് വെള്ളിയാഴ്ചയാണേ. അപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു ആ ഓക്കെ. അപ്പോൾ എങ്ങനെയാ ബിന്ദു ഞായറാഴ്ചയും കൂടി വരുമായിരിക്കും അല്ലേ എന്ന്. കാരണം വെള്ളി ശനി ഞായർ 3 ദിവസം ഇങ്ങനെ വേണമെന്ന് ഇങ്ങനെ ഇവിടെ കളിയാക്കി പറഞ്ഞതാണ്. അതേപോലെ തന്നെ വേണ്ടി വന്നു. ഞായറാഴ്ച ബിന്ദു ചേച്ചി വന്നില്ല. തിങ്കളാഴ്ചയും കൂടി അതിൻ്റെ ബാക്കി മിനുക്കുമണികൾ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഇത് തീർന്നത്. പാനലക്കെട്ടായിരുന്നു സംഭവം. നല്ല ഭംഗിയുണ്ട് കാണാട്ടാ. വീഡിയോ എടുത്തോട്ടെ, കുഴപ്പമുണ്ടോ? എടുത്തോണ്ടാ പറയണത്. ഇവിടെ ഭംഗിയുണ്ടല്ലേ കാണാൻ. ടൈ മോൾ ടൈ ഉണ്ടാക്കുകയാണ്. ആദ്യമേ ടൈ ഉണ്ടാക്കണം അല്ലേ? അയ്യോ ഇനി എപ്പോഴാ? ആ ഇവിടെ കൊടുത്താൽ മതി അല്ലേ? മറ്റേ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നാൻസി നേരത്തെ ഇന്നലെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന പാവാട കേട്ടോ. ആ ഒരു പാവാട അല്ല, പാൻറ്റും പിന്നെ ഒരു ടോപ്പും ഇതിന് ഷോളും കൂടി ഉണ്ട് കേട്ടോ. ഇനി കുട്ടിയുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ക്രോപ്പ് ടോപ്പും കൂടി ഉണ്ടായിരുന്നേ. ചന്തിക്ക് വെച്ച പുള്ളിക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെക്കേണ്ടി വരും കേട്ടാഴ്ച. അതിന് തന്നെ എന്നിട്ടാണ് കൈ മറിക്കാനും തിരിക്കാനും ഷേപ്പ് ചെയ്ത് തീർത്താഴ്ച എന്തെങ്കിലും കാണാമല്ലോ. അത് നിർത്താൻ പറയാം. മറ്റേതിന്റെ കഴുത്തും കൂടി വെക്കാം ആ സമയം കൊണ്ട്. ചുറ്റും കുറ്റാക്കൂർ ഇരുട്ടായി. ഭയങ്കര മഴ. കരണ്ടും ഇല്ല, കരണ്ടും പോയി. ഇത് ബാക്കിലാണോ ബിന്ദു ചേച്ചി? അല്ല, സിബ് ഫ്രണ്ടില്. ഇവിടെയാണ് സിബ് കൊടുക്കണത്. സിബൊക്കെ ഇടാൻ പറ്റുമോ? ഈ സാധനം ഉള്ളതുകൊണ്ട് ഭയങ്കര പാടല്ലേ. കറണ്ട് ആണെങ്കിൽ വന്നും പോയി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ ഒരു ബ്ലൗസ് തുന്നാനുണ്ടായിരുന്നു. അപ്പോൾ നാളെ വരുന്ന കസ്റ്റമർ എന്ന് കാണിച്ച് പറഞ്ഞു. നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹറിവറിയായി പോകും. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് മാറ്റി. നല്ല ഇടിവെട്ടും നല്ല മിന്നലും. മഴ കാണുന്നില്ല, പക്ഷെ മഴ പെയ്യുന്നുണ്ടല്ലോ, വീഡിയോയിലില്ലല്ലോ. അവസാനം വന്നിരിക്കുന്നു.
ഗൈസ് നാൻസിക്ക് ചാളക്കറി ഉണ്ട്, അത് വേണ്ട. തിലോപ്പിയ കറി ഉണ്ട്, അത് വേണ്ട. ചെമ്മീൻ്റെ തല വറുത്തതുണ്ട്, അത് വേണ്ട. ആര് പറഞ്ഞു ഇതൊക്കെ വേണ്ടാന്ന്? ഇതൊന്നും തിന്നില്ലല്ലോ, ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ ബർഗർ മേടിപ്പിക്കണേ ഇപ്പൊ. രാത്രിയിൽ ചോറിന്റെ കൂടെ രാത്രി ചോറിന്റെ കൂടെ കഴിക്കും. ഇത് വൈകുന്നേരത്തെ സ്നാക്കാണല്ലേ. എന്നാ വാ, സ്നാക്ക് കഴിക്കാൻ 8 മണിയായി. ഇച്ചിരി കൂടുതലായിരിക്കും എനിക്ക് തോന്നുന്നു. അമ്മയുടെ സുന്ദരി തുറന്നു തരുവാണ് എല്ലാവർക്കും. ആണാ? എന്താ ഇത് കഴിക്കാത്ത? എന്താ എനിക്ക് വേണോ? അങ്ങനെ തലേന്നുള്ള തിലോപ്പിയ കറി കൂട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സിലോപ്പിയ ചാറും കൂട്ടി കഴിക്കുന്ന സീനാണ് ഈ കാണുന്നത്. എന്നിട്ട് നോക്കിക്കേ, പുട്ടും മീൻ ചാറും ഒരു പഴവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പുട്ടും പഴമാണ് ഇവിടെ അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. പുട്ടും പഴമൊക്കെ തിന്നു കഴിഞ്ഞാൽ ബോധക്കെടാന്നാ പറയണ. അതായത് ഈ മധുരമുള്ള സാധനം നിന്ന് കഴിയുമ്പോഴത്തേക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ മന്ദിച്ച് നടക്കേണ്ടി വരും. എരിവുള്ള സാധനമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മുടെ ബിന്ദു ചേച്ചിക്ക് വിശക്കണം. അപ്പോൾ ആള് കട്ട്ലേറ്റ് മേടിച്ചേ. മയണൈസും സോസും കൂടി മിക്സ് ചെയ്യണം. നല്ല വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചക്ക് എടുക്കുക. ഞാനോ അന്ന് മുമ്പ് ധന്യത് എടുക്കുന്നതിന് മുമ്പ് എടുത്താ ഞാൻ നമ്മൾ എന്ത് ചെയ്യാൻ? അതൊക്കെ ഡിസൈനർ പീസ് അല്ലേ. അളഞ്ചം പൊളഞ്ചം അടിച്ചുവിടാൻ പറ്റണ സാധനമാണ്. നീ ഇവിടെ കെട്ടെടുപ്പ് മാത്രം എടുത്താൽ മതി. ഈ സാധനം ടാസൽസ് ഒക്കെ ഉണ്ടോ? ഭയപ്പെടേണ്ട കുട്ടി, വെട്ടി കൂട്ടുക. ഇതൊരു ഷോളാണ്. ഷോൾ കണ്ട് കഫ്താൻ അടിക്കാനായിരുന്നു. പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ. നല്ല രസമായിരുന്നു. ആൾ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഫൈനൽ ലുക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പൊക്കോട്ടെ. എന്താ ധൃതി? നിങ്ങൾക്കത് കണ്ടിട്ട് പോയാ പോരെ? ഞാൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി വിരുന്ന് പോകാൻ വേണ്ടി തുള്ളി ചുമക്കണ്ടല്ലോ. ചോറും പാത്രം വെച്ചും ധന്യച്ചേച്ചിയുടെ പണി ആദ്യമേ കഴിഞ്ഞു കേസ്. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് ധൃതിയായിരുന്നു പോകാനായിട്ട്. ആള് പോയി. ബിന്ദുച്ചേച്ചി ഒരു 6 മണി ആകണ വരെ ഇവിടെ നിൽക്കുമായിരുന്നു. കാരണം അതിൻ്റെ അടി ലെവൽ ചെയ്ത് വെട്ടാൻ നല്ല പടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മാനിക്കൂനൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പണി ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് അതിനിടയ്ക്ക് കഴിഞ്ഞ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കായിരുന്നു കേട്ടോ. പാൻറ്റും ക്രോപ്പ് ടോപ്പും പിന്നെ ഒരു ഷ്രഗ് പോലെ വന്നത്. അതിൻ്റെ ആൾ തൊട്ടടുത്ത നിമിഷം വരുമായിരുന്നു. അതിന് തൊട്ട് മുന്നേ വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ അങ്ങനെ പിറ്റേന്ന് സൺഡേ ആയിരുന്നു. അപ്പോൾ സൺഡേയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പീറ്റർ പാൻ കോളറും ടൈയും ഒക്കെ ആയിട്ട് വന്ന പോലത്തെ ഡിസൈനില്ലേ, അല്ല ഡിസൈനില്ല ഡ്രസ്സ് ഇല്ലേ, അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ പീറ്റർ പാനലും ടൈയിലൊക്കെ വെച്ചിരിക്കുന്ന ലേസാണ്. ആ ലേസ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആകും. കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര പാടായി പോയേനെ. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട പെണ്ണുമ്പിള്ള. ഞാൻ 5:45 വരെ ഇതെല്ലാം പറഞ്ഞിട്ടാണ് വീഡിയോ പോയത്. പക്ഷേ തീർത്തിട്ടാ പോയത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കഴുത്തേലൊക്കെ ചെയ്യാൻ പറ്റും. ഈ വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എവിടുന്ന് റെഫറൻസ് എടുത്തതാ? അതിന്റെ തലേന്ന് റെഫറൻസ്. അയ്യോ, സീരിയസ്ലി ഞാൻ ചുമ്മാ ചെയ്തത്. നിന്റെ തലേന്ന് എടുത്തതാ? ഞാൻ ആദ്യം ചെയ്തത് ഇവിടെ ലോഡിങ് ആയിരുന്നു. ലോഡിങ് ഭയങ്കര വൃത്തികേട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ ലീഫ് ഇട്ട് നോക്കാന്ന് ഓർത്ത് ഇട്ട് നോക്കി. ഒരു ഭംഗിയുണ്ട് അതിന്. കൊള്ളാം. പിന്നെ ഇഷ്ടം എന്റെ കയ്യിൽ ഇടാനും ഇല്ല. എന്താ തുടങ്ങല്ലേ? അപ്പൊ ഇൻട്രോ ഒക്കെ നമുക്ക് പറയാം. ഇങ്ങനെയൊക്കെ കഴുത്തൊക്കെ എടുത്തോ. ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ട് അപ്പുറത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഇപ്പുറത്ത് തന്നെ ചേച്ചിക്കാണെങ്കിൽ നെഞ്ചത്ത് ഇങ്ങനെ വെല്ലങ്ങി കിടക്കുവാണ്. ഏതാണ്ടും പോലത്തെ ഒരു അവസ്ഥയെന്ന് പുള്ളിക്കാരത്തെ പറയണത്. കൊച്ചിനൊന്നും വയ്യായിരുന്നു. സ്കൂളിൽ പോയിട്ട് എന്തോ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു. ഗ്യാസ് കയറിയത് എന്തോ സംതിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കും വയ്യാഞ്ഞതുകൊണ്ട് ഞാൻ പ്രയോഗിച്ചൊരു മരുന്നായിരുന്നു ഇത്. ശർക്കരയും നമ്മൾ ഈ വറുത്ത ജീരകവും കൂടി ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചാൽ നല്ലതാട്ടോ. അങ്ങനെ അത് കുടിച്ചപ്പോൾ പുള്ളിക്കാരത്തേക്ക് ചെറിയൊരു ആശ്വാസം വന്നായിരുന്നു. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ കഷ്ടപ്പാട് അവസാനം ഡ്രസ്സായിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രശ്നം വന്നെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബ്
ഈ തുണിയിൽ നീറ്റായിട്ട് പിടിപ്പിക്കാനേ പറ്റില്ല കേട്ടോ. വൃത്തികേടായിരിക്കും. ആ വൃത്തികേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർ തന്നെ പറഞ്ഞതാണ് പോട്ട്ലി ബട്ടണൊക്കെ കൊടുത്ത് ചെയ്യാനായിട്ട്. അതൊക്കെ നല്ല പാടായിരുന്നു. അതാണ് ഇത്ര ടൈം എടുത്തത് അതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ അത് നമ്മളവിടെ സെറ്റാക്കി മാറ്റി വെച്ചു. ഇതിപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടല്ലോ, അല്ല സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനായിട്ട് നാൻസിലെ കട്ടിങ്ങിൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ ബിന്ദു ചേച്ചിനെ കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവളെ കാത്ത് കെട്ടി അവളെ കിടക്കുകയായിരുന്നു. അങ്ങനെ അവളെ പിടിയാതെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി നെക്കല്ലേ. ഇത് പ്ലെയിൻ തുണിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നെക്കിൻ്റെ അവിടെ കുട്ടി എംബ്രോയ്ഡറിയോ ഫാബ്രിക് പെയിൻറ്റോ അങ്ങനെ എന്ത് വേണേൽ കാണിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ ഈ ഒരു ബ്ലൗസ് നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ ആതിര ചേച്ചി കൊണ്ടുവന്ന ബ്ലൗസൊക്കെ റെഡി ആയിട്ടുണ്ട്. ബ്രൈഡൽ ബ്ലൗസാണ് ഇത്, ഇന്ന് കൊടുക്കേണ്ടതാണ്. ഇതും ഉണ്ട്. പിന്നെ വേറൊരു ബ്ലൗസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് ഈ കുഞ്ഞും വർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഈ ഒരു വർക്ക് ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ആൾ പുതിയതായിട്ട് ചെയ്തൊരു വർക്കാണ് ഇത്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ആ കുഞ്ഞു അരിമണി പോലെ അതങ്ങനെ പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. പുതിയ ഡിസൈനൊക്കെ ആൾ കണ്ടുപിടിച്ച് വെക്കോട്ടെ. കാരണം ഈ സിമ്പിൾ വർക്ക് മതി എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.